യുദ്ധത്തിന്റെ പുറകിൽ ഒരുപാട് തന്ത്രപരമായ ചിന്തകൾ ഉദിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കുതിച്ചുയർന്നുകൊണ്ട് പോന്നു. അപ്പം ഇന്ത്യയെ ഏത് തരത്തിൽ നോക്കിയിട്ടും ട്രംപിന്റെ ഒരു ബുദ്ധിയും മോദിജിയുടെ മുന്നിൽ വില പോകുന്നില്ല. അപ്പൊ എങ്ങനെയും ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മളാരും പൊട്ടരൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ ഉന്നം വെക്കുന്നത് ആരെയാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഭാരതമാണ്. നരകതുല്യമായ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ട്രംപ് കൂട്ടുപിടിച്ചു. പല തലവേദനകളും ഭൂമിയിൽ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണ്. ട്രംപിന്റെ ബുദ്ധിശൂന്യതകൾ കൊണ്ടും അല്ലെങ്കിൽ ട്രംപിന്റെ അമിതമായ ആ അഹങ്കാരം കൊണ്ടും ഒരുപാട് വിനാശങ്ങളാണ് വരാനിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് 2028 ആയാൽ മതി എന്നാണ് ചിന്തിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ട്രംപിന് ജീവിതത്തിൽ ഈ ഭരണം കഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷപരമായ അല്ലെങ്കിൽ ഒരു നല്ലൊരു പേരും പെരുമയോട് കൂടി വിരമിക്കാൻ കഴിയാതെ പോകും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന് ശേഷിക്കുന്ന കാലം ഈ പറഞ്ഞതുപോലെ നരകതുല്യമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത്. അദ്ദേഹം ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം കൈകടത്തി ഏറ്റവും ഭക്തിപൂർവം അല്ലെങ്കിൽ നല്ല അച്ചടക്കത്തോടുകൂടിയും മര്യാദയോടുകൂടി ആരെയും ദ്രോഹിക്കാതെയും വ്രണപ്പെടുത്താതെയും സൗമ്യമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്ത് എവിടെയെങ്കിലും ഒരിടമുണ്ടെങ്കിൽ അത് ഭാരതം തന്നെയാണ്. അത് ഭാരതത്തെ നയിക്കുന്ന വ്യക്തികൾ അത്രയ്ക്കും പ്രഗത്ഭരുമായ വ്യക്തികളുമാണ്. നരേന്ദ്രമോദിജിയെ ഒരു തരത്തിലും മോശമായോ അല്ലെങ്കിൽ ഒരു തരത്തിലും വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ കൂടെ ഒരു വാക്കുകൾ പോലും ഉച്ചരിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത വ്യക്തിയാണ് ട്രംപ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ആ ഒരു തകർച്ച. അതിനെന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അദ്ദേഹം ചെയ്യുന്നുമുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുമാണ്. പക്ഷെ ഒന്ന് പറയാം, 2028 തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ ഒരു സംഭവം തന്നെ നടക്കും. കാരണം ട്രംപിന്റെ ഒരു പേര് വട്ടപൂജ്യമായി തന്നെ മാറണം. അടക്കി ആക്ഷേപിക്കുന്നൊരു സ്വഭാവം ട്രംപിന് പണ്ടേ ഉണ്ട്. അത് നല്ലൊരു പ്രവണതയല്ല. അതായത് ഇനിയിപ്പം നമ്മളുടെ 2028 നമ്മുടെ അമേരിക്കൻ്റെ ഇലക്ഷൻ വരുമ്പോൾ റാം ഇമാനുവൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേര് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ കമല ഹാരിസ് കഴിഞ്ഞ പ്രാവശ്യം നിൽക്കാൻ അവർ ആഗ്രഹിച്ചവരാണ്, അവരും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് നോക്കിയെടുത്തോളം ഒരു വനിത അമേരിക്ക ഭരിക്കാൻ സാധ്യത കാണുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം സാധ്യത ഉണ്ടോ എന്നുള്ളതൊന്ന് ഒരിച്ചിരി സംശയകരമായ കാര്യമാണ്. പക്ഷേ എന്തായാലും റാം ഇമാനുവൽ എന്ന് പറഞ്ഞ വ്യക്തി അമേരിക്ക ഭരിക്കാനുള്ളൊരു എല്ലാവിധ ഗുണങ്ങളും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രംപിന് ഇതെല്ലാം കണ്ടുപഠിക്കാൻ ഒരിടത്തിരുന്ന് 2020 ശേഷം പഠിക്കാനും അല്ല ഇതിങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ഇച്ചിരി ഓവറായി പോയോ എന്ന് ചിന്തിക്കാൻ ഒരു കാലഘട്ടവും കൂടെ കടന്നു വരുന്നുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അശാന്തി പരത്താതെ മാന്യമായ തരത്തിൽ മാറി നിന്ന് അവരുടെ രാജ്യത്തെ അവർ സംരക്ഷിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭാരതത്തിനെ നയിക്കുന്ന ശക്തനായ അതിശ്രേഷ്ഠനായ ഒരു വലിയൊരു മനുഷ്യനാണ് ട്രംപിന്. അദ്ദേഹത്തിന്റെ 1000 കിലോമീറ്റർ അടുത്ത് പോലും വരാനുള്ള യോഗ്യതയുമില്ല. കാരണം അദ്ദേഹം ഒരു യോഗ്യവര്യനാണ്. ചില നീച ശക്തികൾക്ക് നരേന്ദ്രമോദി കൊള്ളത്തില്ലെന്നതായിരിക്കും. പക്ഷേ അതിനേക്കാൾ 99.4% ജനങ്ങൾക്കും മോദി ഉത്തമനായ ഒരു വലിയൊരു രാഷ്ട്ര നേതാവ് തന്നെയാണ്.